ഹലോ നമസ്കാരം. രാജസ്ഥാൻ റോയൽസിനെതിരെ 5 വിക്കറ്റിന്റെ കിടിലൻ വിജയം, തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടുകൂടി CSK വീണ്ടും അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഏറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുമായിരുന്നു. പക്ഷേ CSK രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയത്. അതെ, രാജസ്ഥാൻ റോയൽസിനെതിരെ കൃത്യമായിട്ടുള്ള ചില പ്ലാനുകൾ അവർ നടപ്പാക്കിക്കൊണ്ട് ഗംഭീര വിജയം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നതും. ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് CSK സംബന്ധിച്ചിടത്തോളം പരമപ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ 5 വിക്കറ്റിന്റെ കിടിലൻ വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൈയടിക്കേണ്ടത് അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് തന്നെയാണ്. ഒരു നായകന്റെ ഒരു ക്യാപ്റ്റൻ ഇന്നിംഗ്സ് തന്നെയാണ് ഗെയ്ക്വാദ് ഇന്ന് കളിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CSK വിജയതീരത്തേക്ക് കൊണ്ടെത്തിക്കും വരെ അദ്ദേഹം ക്രീസിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് കളിയുടെ അവസാനം വരെ അദ്ദേഹം ക്രീസിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും മത്സരത്തിനിടെ നമ്മൾ കണ്ടതാണ്, ഋതുരാജ് ഗെയ്ക്വാദും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും കൂടി പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് ഒരു നാടകീയ രംഗം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതെ, മറ്റൊന്നുമല്ല, സഞ്ജു സാംസന്റെ ഒരു ത്രോ തടഞ്ഞ് രവീന്ദ്ര ജഡേജ ഔട്ടായി മാറിയ ഒരു നാടകീയ സംഭവമായിരുന്നു അത്. വേറൊന്നുമില്ല, കളി കണ്ടവരൊക്കെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതായാലും എക്സിലും മറ്റുമൊക്കെ ഈ ഒരു രംഗം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറുന്നുണ്ട്. ഏതായാലും സംഭവം ഇങ്ങനെയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ നിർണായക നിമിഷത്തിലാണ് രവീന്ദ്ര ജഡേജ ഫീൽഡ് തടസ്സപ്പെടുത്തിയതിന്, അതായത് ഒബ്സ്ട്രക്ടിങ് ദ ഫീൽഡ് എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഔട്ടാക്കുന്നത്. 16-ാം ഓവറിൽ ഒരു 2 റണ്ണ് ഓടിയെടുക്കാൻ നോക്കവെയായിരുന്നു ജഡേജ ഫീൽഡ് തടസ്സപ്പെടുത്തുന്നത്. 2 ഓടാനാവില്ല എന്ന് ഉറപ്പായപ്പോൾ സഞ്ജു സാംസൺ എറിഞ്ഞ ത്രോ ബ്ലോക്ക് ചെയ്യാനായി ജഡേജ മുമ്പിലൂടെ ഓടുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. ക്രീസിനും ഏറെ പിറകിലായിരുന്ന രവീന്ദ്ര ജഡേജ മനഃപൂർവ്വം ത്രോ തടയാൻ വേണ്ടി ക്രോസായി ഓടിയെന്ന് കണ്ടെത്തുകയായിരുന്നു തേർഡ് അമ്പയർ. അങ്ങനെ അദ്ദേഹം ഔട്ട് വിധിക്കുകയായിരുന്നു. ഏതായാലും സഞ്ജു സാംസൺ കൃത്യമായി തന്നെ അവിടെ റൺഔട്ട് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് തന്നെയാണ് രവീന്ദ്ര ജഡേജയെ ഔട്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണമായി മാറിയതും. സഞ്ജുവിന്റെ ത്രോ ജഡേജയുടെ കയ്യിലും ദേഹത്തിലും ഒക്കെ കൊണ്ടു എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതെ, ഏറും കൊണ്ടു ഔട്ടുമായി എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ, അവരിതാ നിർണായക മത്സരത്തിൽ തകർപ്പൻ വിജയം രാജസ്ഥാൻ റോയൽസിനെതിരെ നേടിയിരിക്കുന്നു. പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണ്ടും ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ ശരിയാണ്, അവർ പ്ലേ ഓഫ് ഒക്കെ ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പോയിന്റ് ടേബിളിലും ഇപ്പോഴും അവർ 2ാം സ്ഥാനത്ത് നിന്ന് തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ അവർ തുടർച്ചയായി 3 കളികൾ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് അതിശക്തമായി സഞ്ജു സാംസണും സംഘത്തിനും തിരിച്ചു വന്നേ പറ്റൂ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമല്ലോ. പ്രതീക്ഷയോടുകൂടെ ഗുഡ് ബൈ.